അല്ല, എന്താ സതീശ പതിവില്ലാതെ? ശ്രീകുട്ടി ഇല്ലയോ? അവൾ അകത്തുണ്ടല്ലോ. എന്താ സതീശ? ഓ, എനിക്ക് പാലക്കാട് വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ ഇവിടെ ആക്കിയിട്ട് പോകാന്ന് വെച്ചു. അതാണെങ്കിൽ ശ്രീകുട്ടി ഉണ്ടല്ലോ. അതിനെന്താ, മോളകത്തുണ്ടല്ലോ. ചെല്ലു മോള്. ചേച്ചി ശരി എന്നാ. ശരി സതീശ. ചേച്ചി തുറക്ക് ചേച്ചി. ഇവിടെ എന്താ ഭയങ്കര സൗണ്ട്? അതിവിടെ അടുത്തൊരു അമ്പലത്തിലേ സപ്താഹം നടക്കുന്നു മോളെ. എന്താ മോളെ? അല്ല, ചോദിച്ചതാ. പിന്നെ ചേച്ചിക്ക് എന്താ എന്നോടൊരു പിണക്കം പോലെ? ഞാൻ കുറേ വട്ടം വാതിൽ തട്ടിയല്ലോ, എന്താ ഒന്നും മിണ്ടാത്തത്? ഇല്ല മോളെ, അങ്ങനൊന്നുമില്ല. അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചതല്ലേ, അതിൻ്റെ ആവും. അത് സാരമില്ല മോൾ, അത് കാര്യം വെക്കണ്ട. ഞാൻ അവളോട് സംസാരിച്ചോളാം കേട്ടാ. മോള് ചെല്ലു കേട്ടാ. ശ്രീകുട്ടി, കഥ ഒന്ന് തുറന്നേ. നീ എന്തോ എപ്പോഴും ഇതിനകത്ത് കഥ അടച്ചിരിക്കുന്നത്? നീ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയേ. മണിക്കുട്ടി എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുന്നു. തുറന്നേ. എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി, ഞാൻ പോവാ കേട്ടോ. തുറക്ക് ചേച്ചി. ചേച്ചി നീ എന്തിനാ കഥയിലിരിക്കുന്നേ? വിളിച്ചിട്ട് തുറക്കാത്തോണ്ട്. ഇതെന്താ ചേച്ചി, ഉപ്പ് പൊടിയോ? അതൊക്കെ നീ അവിടെ വെക്ക്. എങ്ങനുണ്ട്? എന്റെ ചുറ്റും പൂമ്പാറ്റകൾ പോലെ തോന്നുന്നു. ഇതാ, നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുമ്പോളെ പൂമ്പാറ്റയല്ല, ഒരു പൂന്തോട്ടം തന്നെ കാണാം. പക്ഷെ ഇത് നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാവൂ. എന്താ മാവ പതിവില്ലാതെ? മോളെ എന്തെങ്കിലും കാര്യമില്ല, അമ്മാവൻ ഇങ്ങോട്ട് വരത്തില്ലല്ലോ. എന്താ മാവ? ഒരുപാട് നാളുകൊണ്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് കാശി രാമേശ്വരമൊക്കെ തീർത്ഥാടനത്തിന് പോകണം. അതുവരെ ഇവനെ ഇവിടെ നിന്ന് നിർത്തണം. അതമ്മാവാ. അല്ലേ മോളെ, നിന്നോട് ഉള്ള വിശ്വാസം കൊണ്ട് മാത്രം, എനിക്ക് വേറെ ആരും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവനെ നിർത്താത്തത്. മനസ്സിലായോ? ശരി, നീ അകത്തോട്ട് ചെല്ലെന്ന. നീ ചെല്ല്, നീ പോയി ഡ്രസ്സ് മാറി ചെല്ല്. നീ റെഡിയായിട്ട് നിൽക്ക്, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. നീ എന്ത് കാണിക്കുന്നേ? എന്തോടെ കാണിക്കുന്നേ? അവിടുന്ന് ഇപ്പൊ ഞാൻ അമ്മനെ വിളിക്കും. ഇപ്പൊ ഞാൻ അമ്മനെ ഫോൺ വിളിക്കാം. ഞാൻ പോയിട്ട് വരട്ടെ, നിനക്ക് തരാം. അമ്മാവനെ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയും, നോക്കിക്കോ. നമ്മളെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ശ്രീ എന്താ എന്നോട് മിണ്ടാത്ത്? അതോ, ചേച്ചി ഒരു പ്രത്യേക സ്വഭാവക്കാരിയാ. ഞാൻ തന്നെ കുറേ പുറകെ നടന്നിട്ട് എന്നോട് മിണ്ടുന്നത്. ഇപ്പം ഞങ്ങൾ ഭയങ്കര കൂട്ട. എന്താ മണിക്കുട്ടി താമസിച്ചത്? അത് വീട്ടിൽ ചെറിയമ്മ ഉണ്ടായിരുന്നു, അതാ. ബാ.
ശ്രീകുട്ടി, മണിക്കുട്ടി, എണീക്ക് എണീക്ക്. ഇതൊക്കെ എന്തൊക്കെയാ ഇത്? ശ്രീകുട്ടി, എടാ എണീക്ക് എണീക്ക്, ബാബാ. എന്താ ഇതാ? എന്താ നീ കൊടുത്ത എന്റെ മോക്ക്? എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനിപ്പോ വന്നേ ഉള്ളൂ. നീ ഇവരാ ചെയ്ത്. നീ ഇതും പറയും, ഇതിന്റെ അപ്പുറം പറയും. നിന്നെ എനിക്ക് നേരത്തെ അറിയാം. ചേച്ചി ഞാനൊന്നും ചെയ്തിട്ടില്ല. ചേച്ചി ഞാനൊന്നും ചെയ്തിട്ടില്ല. ഹലോ, ഇത് വെള്ളരിപ്പാട സ്കൂളിലെ ലെതർ ടീച്ചറാണ് വിളിക്കുന്നത്. ആ ടീച്ചറോ? എൻ്റെ അമ്മാവൻ്റെ മോനെ ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നു സാർ. അവനിപ്പോൾ ലഹരി ഉപയോഗിച്ച് എൻ്റെ മോളെ ഉപദ്രവിക്കുന്നു സാർ. ആ, എത്രയും പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരണം സാറേ. എവിടെ? പഞ്ചായത്തിൻ്റെ ബാക്കിലാ? ആ, അതിന് എൻ്റെ പഞ്ചായത്തിൻ്റെ ബാക്കിൽ തന്നെ വീട്. ആ ഓക്കെ, ഇപ്പോൾ വരാം. ആ ഓക്കെ, ശരി സാറേ. നമ്മുടെ പഞ്ചായത്തിൻ്റെ ബാക്കിൽ. പഞ്ചായത്തിന്റെ പുറകിലേക്ക് ഒരു ജീപ്പ് ഇട്ടേ. ഞാൻ പറയുന്നത് സാർ, ഞാൻ കാല് പിടിക്കാം സാർ. പ്ലീസ് സാർ, നടക്കും. ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. കാലം അവരെ കുറ്റവാളികളാക്കുകയാണ്. അതാണ് കലികാലം. അല്ല, നീ ജയിലിൽ നിന്ന് വന്നോ? ആ, ഇറങ്ങി. നിരപരാധിയായി എന്നെ ലഹരിക്ക് അടിമയാന്ന് പറഞ്ഞ് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലേ? സത്യം മനസ്സിലാക്കിയ പോലീസ് എന്നെ വെറുതെ വിട്ടു. പക്ഷെ ഞാൻ ഈ സമൂഹത്തിന്റെ മുന്നിൽ കുറ്റക്കാരനായി. അതിനിടയാക്കിയ എല്ലാവരെയും ഞാൻ വെറുതെ വിടില്ല. അവരെ ഞാൻ പോലീസിന്റെ മുന്നിൽ, നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ലഹരി മുക്തരാക്കി മാറ്റും ഞാൻ അവരെ. തന്നെ പറഞ്ഞേക്കാം അവരോട്. സൂപ്പർ വേടിപ്പ സാധനം. വീട് സർ, ഞാൻ സത്യനാണ്. നിരപരാധിയായി എന്നെ നിങ്ങൾ പിടിച്ചോണ്ട് പോയി. ഞാൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിട്ടയച്ചില്ലേ? യഥാർത്ഥ പ്രതികൾ എന്റെ കൺമുന്നിൽ ലഹരിയിൽ ആറാടുകയാണ്. ലെതർ ടീച്ചറുടെ മക്കൾക്കൊപ്പം ഒരുപാട് മാഫിയും ചേർന്ന് അവർ മദ്യ ലഹരിയിലാണ് ഇപ്പോൾ ഉള്ളത്. സാറിന് തെളിവല്ലേ വേണ്ടത്? ഞാൻ സാറിന്റെ വാട്സപ്പിലേക്ക് വീഡിയോ അയച്ചിട്ടുണ്ട്. വാട്സപ്പിൽ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് ഞാൻ. ടീച്ചറുടെ മക്കള് മദ്യലഹരി മാഫിയകൾക്കൊപ്പം ആറാടുന്ന ടീച്ചറുടെ മക്കളുടെ വീഡിയോ. ടീച്ചർക്ക് മക്കളെ വേണമെങ്കിൽ ഞാൻ അയച്ച ലൊക്കേഷനിലേക്ക് ഇന്ന് വന്നാൽ നേരിട്ട് കാണാം. ഒരിക്കൽ സാധാരണക്കാരനായ എന്നെ ടീച്ചർ മയക്കുമരുന്നിന്റെ പ്രതിയാക്കിയില്ലേ? അപ്പോൾ എന്റെ അച്ഛനുണ്ടായിരുന്ന വിഷമം ഇന്ന് ടീച്ചർക്ക് മനസ്സിലാവും. വരും തലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും മുക്തരാക്കാൻ നമുക്കിവർക്കും ഒരുമിച്ച് കൈകോർക്കാം. യോദ്ധാവിനൊപ്പം 9995966666.